സുഹൃത്തുക്കളെ, ഇന്നലെ കണ്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ ഒരു 5 വില്ല ഉണ്ടെന്നുള്ളത് ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് കാണിക്കാം. ഇതാണ് രണ്ടാമത്തെ വില്ല. നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. 4200 സ്ക്വയർ ഫീറ്റ്, 4200 സെൻറ്റിൽ 1800 സ്ക്വയർ അകത്തേക്ക് കയറാം. ഈ ഒരു സെയിം അതിൻ്റെയൊക്കെ ഏകദേശം ഒരു പാറ്റേണൊക്കെ സെയിം ആണ്, പക്ഷേ കുറേ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ നിങ്ങൾ കണ്ട ഈ പോലെ കൊടുത്ത് സീലിംഗ് കിടക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇട്ടിട്ടില്ല, പക്ഷെ അത്യാവശ്യം വെളിച്ചമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, മൾട്ടിവുഡ് സെപ്പറേഷനാണ്. ഇതാണ് ഡൈനിങ് വരുന്നത്. ഇവിടെ കംപ്ലീറ്റ് വൈറ്റിലാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ജാഗ്വറിൻ്റെ വാഷിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്ക് സ്റ്റെയർ വരുന്നത്. ആ സെയിം തന്നെയാണ്, ആ വീടിൻ്റെ സെയിം മോഡൽ തന്നെയാണ് ഇതും കൊടുത്തേക്കുന്നത്. വുഡ് ആൻഡ് കംപ്ലീറ്റ് ഗ്ലാസ്സിലാണ് കൊടുത്തേക്കുന്നത്. ഓപ്പൺ കിച്ചൺ അല്ല, ക്ലോസ് കിച്ചണാണ്. നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള കിച്ചണാണ്. മൾട്ടിവുഡ് കബോർഡ്സ് ആണ്, ഗ്രാനൈറ്റ് ആണ്, എല്ലാം മൾട്ടിവുഡാണ്. ഇതിൻ്റെ ദർശനം വന്നത് ഗ്യാസ് കത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെയാണ്. ഇവിടെ അപ്പോൾ കിഴക്കാണ്. ഇതിൽ കിഴക്ക് ദർശനമാണ്. ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ താഴത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. വലിയ ബെഡ്റൂമാണ്. ഒരു 3 ഡോറിൻ്റെ കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് ഇതാണ്. ഈ ഒരു കോമ്പിനേഷനൊക്കെ അടിപൊളിയാട്ടോ കളർ. പിന്നെ സെറയാണ് ജാഗ്വറാണ്. ഫിറ്റിങ്സ് ഒക്കെ ജെനുവിനാണ്. ബ്രാൻഡ് ടൈൽസ് ആണ്. താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഒരു 3 ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3 കബോർഡ് ഉണ്ട്. ഡോറിൻ്റെ കബോർഡ് ഉണ്ട്. സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 2 വിൻഡോസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ മിനി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ആണ്. ഗ്ലാസ് വെക്കാൻ പറ്റുന്ന നമുക്ക്. ടോയ്ലറ്റ് നമുക്ക് സിറേഡയാണ്. ഇത് ടൈലിൻ്റെ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. സിറേഡ തന്നെ മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് താഴത്തെ വിശേഷങ്ങൾ. നമുക്ക് മുകളിലേക്ക് കയറാം. ഇതിന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഗ്രാനൈറ്റിൻ്റെ ടൈൽസാണ്, അല്ല സ്റ്റെപ്പാണ്. ഇവിടെ നമുക്ക് പർഗോളയുടെ ഒരു കൊടുത്തിട്ടുണ്ട് വെളിച്ചത്തിന്. ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല വെളിച്ചമുണ്ട് ഈ ഏരിയയിൽ. താഴത്തെ അതേപോലെ തന്നെ ഒരു ബെഡ്റൂം വെള്ളമുണ്ട്. ഒരു 3 ഡോർ കബോർഡ് ഉണ്ട്. നമുക്ക് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഒരു മിനി ടേബിൾ ഇവിടെ ഉണ്ട്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. 2 വിൻഡോസ് ഉണ്ട്. ഇവിടെ താഴത്തെ അതേ കോമ്പിനേഷൻ ടൈലിലാണ് ഇവിടെ ഈ മേളത്തെ ബാത്റൂം ചെയ്തേക്കുന്നത്. എല്ലാം ഫിറ്റിങ്സൊക്കെ ഒറിജിനലാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. വലിയ മാസ്റ്റർ ബെഡ്റൂമാണ്. 3 ഡോർ കബോർഡുണ്ട്. ടേബിളുണ്ട്. ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇവിടെ ഗ്ലാസ് ഇവിടെ വെക്കാം. ഇതൊക്കെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള സ്ഥലമാണ്. ടോയ്ലറ്റാണ് ഈ കാണുന്നത്. അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാൽക്കണിയാണ്. രക്ഷയില്ലാത്ത ബാൽക്കണിയാണ്.
ഇതാണ് സുഹൃത്തുക്കളെ ബാൽക്കണി. നല്ല വലിയ പാർട്ടി ഏരിയ വെക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണിയാണ്. ഇതാണ് ഓപ്പൺ ടെറസൊക്കെ ഷീറ്റിട്ട് നല്ല കിടിലനാക്കി വെച്ചിട്ട് നല്ല പീസ് അന്തരീക്ഷം കേട്ടോ. ഒരു ഒച്ചപ്പാടോ ഒരു ബഹളോ സംസാരം ഒന്നും ഇല്ലാത്തൊരു ഏരിയ. സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് 4.2 സെൻറ്റും 1800 സ്ക്വയർ ഫീറ്റ് ആണ്. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 88 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ദയവായി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.